കാന ഇസ്മുഹു സാഹിർ, അയാളുടെ പേരെന്ത് സാഹിർ എന്നാണ്. അയാൾ വകാന യുഹ്ദി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താക്കും, ഹദിയ നൽകും. ഹദിയ കൊടുത്തിട്ട് എന്താക്കും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. അതായത് അള്ളി പ്രദേശത്ത് എന്താവും, നല്ല പഴങ്ങൾ കിട്ടും, തേനുകൾ കിട്ടും. മരുഭൂമിയിൽ കാട് പ്രദേശത്ത് എന്തെല്ലാം ആ ഉത്പത്തിയുണ്ട്, തേനുകളെ പോലെയുള്ള, അതേപോലെ പാളിൻ്റെ നെയ്കളെ പോലെയുള്ള പലതും ഉണ്ടാക്കുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ ഈ സാഹിർ എന്ന ആൾ റസൂലുള്ളാഹിക്ക് ഇതെല്ലാം കൊടുത്തിട്ട് എന്താക്കും, റസൂലുള്ളാഹിക്ക് ഹദിയ കൊടുക്കും. അങ്ങനെ അങ്ങനെ ആ സാഹിർ എന്ന ആൾ റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് വാപ്പാസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ യാത്ര നൽകും. അയാളെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ട് അയാൾ പോകുമ്പോൾ ഒരു യാത്രയപ്പോൾ സാധാരണ ഉംറക്കെല്ലാം പോകുമ്പോൾ യാത്ര കൊടുക്കുന്നില്ലേ, അതേപോലെ അയാൾക്ക് എന്താക്കും, നല്ല ഒരു യാത്രയപ്പോൾ നല്ല ദുആരന്നിട്ട് വീണ്ടും സമാധാനം പറഞ്ഞിട്ട് അയാളെ യാത്ര നടത്തും. ഇപ്പോൾ കാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുത്തനബി പറഞ്ഞു, ഇന്ന സാഹിറൻ ബാദിയത്തുന വനഹ്നു ഹാളിറുഹു, സാഹിർ ഞങ്ങളെ അള്ളിപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്, മരുഭൂമിയിൽ ജീവിക്കുന്ന ആളാണ്. വനഹ്നു ഹാളിറുഹു, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിലേക്ക് പട്ടണത്തിൽ ജീവിക്കുന്ന ആളുമാണ്. ഞങ്ങൾ എവിടെയാണ് പട്ടണത്തിൽ ജീവിക്കുന്ന ആൾ, അയാൾ ഞങ്ങൾക്ക് ഒരു അള്ളി പ്രദേശത്ത് ജീവിക്കുന്ന ആൾ, ഞങ്ങൾ അയാൾക്കോ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു, അള്ളാഹുവിൻ്റെ റസൂലും അല്ലാതെ പിരിസം വെക്കുന്നയാൾ. പിരിസം വെക്കുന്നതിലെ ഭാഗ്യമല്ലേ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം സ്നേഹിക്കും. ഒരാൾക്ക് പിരിസം നല്ലോണം പിരിസം വെക്കും. വകാന റജുലൻ ദമീമൻ, കാണാൻ അത്ര ഒന്നും ഒരു ഭംഗിയുള്ള ചന്തമുള്ള ആളെന്നല്ല, ഒരു വിരൂപിയ ആളാണ്. കാണാൻ അത്ര നല്ല ഒരു നിമിഷമൊന്നുമില്ല, ചന്തമുള്ള ആളെന്നല്ല, ആ മുത്തുനബിക്ക് വല്ലാത്ത പിരിസമാണ്. അങ്ങനെ ഒരു നാള് അയാൾ അറിയാതെ മുത്തുനബി അയാൾ അടുത്തേക്ക് പോയി. അയാൾക്കറിയാം അയാളാണ്, അയാൾ ചരക്ക് വിറ്റുകൊണ്ടുണ്ട്. അയാളെ ഉണ്ടാക്കിയ കൊണ്ടുവന്ന സാധനം മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അയാളെ ആ പുരനെടുത്ത് അയാൾ വിറ്റുകൊണ്ടു. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് നേരെ ബാക്കിൽ നിന്ന് പോയിട്ട് എന്താക്കി, അയാളെ കോർത്ത് പിടിച്ചു. അയാൾക്കറിയാലോ, അയാൾക്ക് ആരും നോക്കില്ല. നമുക്ക് റസൂൽ ഒത്ത നേതാവായിട്ട് നോക്കിയില്ല, നമുക്ക് അങ്ങനത്തെ ഒരു വരുവാ. മുത്തുനബി എന്താക്കി, ആ വിരൂപിയായ ആ സുഹാബിനെ നേരെ ബാക്കിൽ നിന്ന് പോയിട്ട് എന്താക്കി, അണച്ചു പിടിച്ചു. അങ്ങനെ ബഹുലാരി ബുസിറുഹു, അയാൾക്ക് ഇതാരെന്നറിയാല, ഈ പിടിച്ച ആളാറിഞ്ഞിട്ട് ഈ സാഹിറിനെ അറിയാല. ഇപ്പൊ കാല അയാൾ ചോദിച്ചു, മൻഹാസ, ആരാണ് എന്നെ പിടിച്ചു വെച്ചത്, അർസിൻ, എന്നെ ഒന്ന് വിടറു, എൻ്റെ ഒന്ന് വിടറു, ആരിത് പിടിച്ചു വെച്ചതെന്ന്. അങ്ങനെ ഫൽത്തഫത്ത, അയാൾ കലക്ടറിയൊക്കെ തെല്ല് തിരിഞ്ഞ് നോക്കി, എന്തെല്ലാം തിരിഞ്ഞ് നോക്കില്ല, അതേപോലെ അയാൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നുണ്ടായി. അയാൾക്ക് മനസ്സിലായോ, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെന്താക്കിയത്, പിടിച്ചു വെച്ചത്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് മുത്തുനബിയാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തുനബിൻ്റെ ശറഫാക്കപ്പെട്ട ആ നെഞ്ഞോട് അയാൾ ചേർത്തി പിടിച്ചു. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം ബറക്കത്തിന് കരുതി കൊണ്ട് അദ്ദേഹം എന്താക്കി നെഞ്ഞോട് കോർത്ത് പിടിച്ചയാണ്. അയാൾക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാതായിപ്പോയി. എൻ്റെ ഹബീബ് എൻ്റെ ഇത്രയും പിരിസം വെക്കുന്നല്ലോ എന്നും ആ മഹബത്ത് കൊണ്ട് ഹബീബായ മുത്തുനബിൻ്റെ നെഞ്ഞോട് അദ്ദേഹം ചേർത്ത് പിടിച്ചു. ആരാണ് ഈ അടിമയെ വിലക്ക് വാങ്ങുന്നത്, ഈ അടിമയെ ആരാണ് വിലക്ക് വാങ്ങുന്നത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദൻ വല്ലാഹി തജിദുനി കാസിദ, എന്നെ വിട്ടിട്ട് എന്തും കിട്ടല, ഞാനെന്തൊരു വില കുറഞ്ഞ ആളാണ്, എന്നെ ആരും വിലക്കൊന്നും വാങ്ങല, ഞാൻ വില കുറഞ്ഞ ആളാണ്, ആർക്കും വേണ്ടാത്തൊരു വില കുറഞ്ഞ ആളാണ് നബി, എന്നെ വിട്ടിട്ട് എന്തും കിട്ടുമോ തങ്ങൾക്ക്? അയാൾ പറഞ്ഞു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിന് മറുപടി എന്താണ്? ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ, യാ സാഹിർ, നീ എന്താണ് പറയുന്നത്? ദുനിയാവിൽ ഒരു പക്ഷേ നിനക്ക് വില കുറഞ്ഞിരിക്കാം, അള്ളാഹുവിൻ്റെ അടുക്കൽ നീ വില കുറഞ്ഞവനല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നീ വില കുറഞ്ഞവനല്ല. പിന്നെയോ അൻത ഇൻദല്ലാഹി ഗാൽ, നീ അള്ളാഹുവിൻ്റെ അടുക്കൽ വില കൂടിയവനാണ്, വില ഉള്ളവനാണ് എന്ന്
ഹബീബായ മുത്തുനബി അയാളെ സമാധാനിപ്പിച്ചു. അതൊരു തമാശയാണ്. നോക്കി മുത്തുനബി ബാക്കിൽ കുടിച്ചതും മുത്തുനബിൻ്റെ ആ വാക്കും ആ പറയുന്നതിലെല്ലാം എന്തുണ്ട്? അയാൾ ഈമാൻ ഒന്നും കൂടി ശക്തിപ്പെടാനുള്ള ഒരു പാഠമുണ്ട്. നോക്കിയില്ല, നീ വില കുറഞ്ഞവർ. അയാൾ മനസ്സിലാക്കി ഞാനൊരു വിരൂപിയാണ്, ഒരു കറുത്ത മനസ്സിലാണ്, ആർക്കും വേണ്ടാത്ത ആള്. മുത്തുനബിൻ്റെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ അത് ഹക്കന്നല്ലേ? അപ്പോൾ അയാൾ പിന്നെയും ഈമാനും പിന്നെയും റസൂലുള്ളാഹിനോട് ആ ദീനിനുള്ള മഹബ്ബത്ത് അയാൾക്ക് കിട്ടി. അതാണ് മുത്തുനബിൻ്റെ തമാശയുടെ ഒരു ഭാഗം.